അപർണ ഒരു ഭാഗ്യമില്ലാത്ത പെണ്ണാണ്. അവൾ എന്ത് വിചാരിച്ചാലും അതൊന്നും നടക്കൂല. ഒരു ദിവസം അവളുടെ കാലിൽ ഒരു ആണി കുത്തി കയറുന്നുണ്ട്. ആ ഒരു ആണി കുത്തി കയറിയതിൽ പിന്നെ അവൾ പറയുന്നതെല്ലാം നടക്കാനായിട്ട് തുടങ്ങാണ്. അവൾ എന്താഗ്രഹിച്ചാലും അതെല്ലാം ഒറ്റയടിക്ക് സാധിച്ചു കിട്ടും. അങ്ങനെ അവൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് അവൾ വളരെ മോശമായിട്ടാണ് അറ്റൻഡ് ചെയ്തതെന്നുണ്ടെങ്കിലും അവൾ ആ ഒരു ജോലി എനിക്ക് തന്നെ കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിൽ തന്നെ അവൾക്ക് മെയിൽ വരുന്നുണ്ട്. ആ ഒരു ജോബ് അവൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആ ഒരു കമ്പനിയിൽ ഒരു പ്രോജക്ട് മാനേജർ ഉണ്ടായിരുന്നു. ആ പെണ്ണ് ഭയങ്കര മോശമാണ്. വേറുള്ളവർ ചെയ്ത പ്രോജക്റ്റ് എല്ലാം അവള് ചെയ്തതാണെന്ന് പറഞ്ഞ് എംഡിക്ക് കാട്ടി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും അവളെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഒരു ദിവസം അപർണ ചെയ്ത പ്രോജക്റ്റ് എല്ലാവർക്കും നന്നായി തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഒരു സൈറ്റിലേക്ക് അവൾ പോകുന്ന സമയത്ത് അവിടെയുള്ള എഞ്ചിനീയറിനെ കാണാണ്. അവൻ അപർണ വല്ലാതെ നോക്കുന്നു പറഞ്ഞ് അവനായിട്ട് അവൾ നന്നായി തന്നെ തല്ലുണ്ടാക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ലാവണ്യ അവനോട് സംസാരിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് മാറ്റി നിർത്താണ്. വെറുതെ ആവശ്യമില്ലാതെ അവനോട് പോയി തല്ലുണ്ടാക്കുന്നത് പോലെ. ആ ഒരു സൈറ്റിലേക്ക് അപർണ ലാവണ്യയുടെ കൂടെയാണ് വന്നത്. എന്നാൽ അമ്മക്ക് വയ്യാന്ന് പറഞ്ഞ് നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു സൈറ്റിൽ നിന്ന് ഒരു ക്യാബും ബുക്ക് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നില്ല. 11 കിലോമീറ്ററോളം അവിടെ നിന്ന് പോകണമായിരുന്നു ഇനി ഒരു വണ്ടി കിട്ടണമെങ്കിൽ. അതുകൊണ്ട് തന്നെ അവളെ പ്രഭ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ ആണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ആക്ച്വലി ഇവൾ ഇത്രയും ദേഷ്യം അവനോട് കാണിച്ചത് എന്താന്ന് വെച്ചാല് അവര് കോളേജ് ടൈമിൽ തന്നെ അറിയുന്ന ആൾക്കാരായിരുന്നു. അവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു. എന്നാൽ ഇവനോട് സിഗരറ്റ് വലിക്കരുതെന്ന് അപർണ പറഞ്ഞിട്ടുണ്ട്. ഇവൻ അപർണ കാണാതെ ഒളിച്ചു വെച്ച് സിഗരറ്റ് വലിക്കുന്നത് കണ്ട് അവള് അവനായിട്ട് ബ്രേക്കപ്പ് ചെയ്യാണ്. അങ്ങനെയാണ് അവര് പിരിഞ്ഞത്. ഇവള് ബ്രേക്കപ്പ് ചെയ്ത് പോയതിനു ശേഷം അവൾ അന്വേഷിച്ച് അവനോട്ട് പോയിട്ടുമില്ല. ഇപ്പൊ അന്ന് ബൈക്കിൽ പോകുമ്പോ എന്തുകൊണ്ടാണ് നീ തിരിച്ചെന്നെ അന്വേഷിച്ച് വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, അതുകൊണ്ടാണ് നിന്നെ എനിക്ക് കിട്ടാത്തതെന്ന് അവൻ പറഞ്ഞോണ്ട് തന്നെ സെന്റിമെന്റ് ആയി അപർണ അവളെ ദേഷ്യം മുഴുവൻ മറന്ന് അവര് രണ്ടുപേരും പിന്നീട് ഒന്നാവുന്നുണ്ട്. ഇപ്പൊ അപർണക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവള് വിചാരിക്കുന്നതെല്ലാം നടക്കുമായിരുന്നു. ഒരു ദിവസം ബൈക്കില് അപർണ കയറാനായിട്ട് പോകുന്ന സമയത്ത് പ്രഭയുടെ പിന്നിലായിട്ട് ലാവണ്യ വന്ന് കയറി അവളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഈ ദേഷ്യത്തിൽ അപർണ അവളൊന്ന് താഴെ വീണിരുന്നെങ്കിൽ എന്ന് പറയാണ്. ആ നിമിഷം തന്നെ അവൾ താഴെ വീഴുന്നുണ്ട്. പ്രഭയാണ് തന്നെ തള്ളിയിട്ടതെന്നും പറഞ്ഞ് ലാവണ്യ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ഒരു ദിവസം പ്രഭയുടെ അമ്മക്ക് ഹാർട്ടിൽ എന്തോ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമായിരുന്നു. അതും അപർണ മനസ്സിൽ നല്ല രീതിയിൽ ആ ഒരു സർജറി നടക്കണമെന്ന് പ്രാർത്ഥിച്ചതും 2 മണിക്കൂറിനുള്ളിൽ അത്ഭുതകരമായിട്ട് ആ ഒരു സർജറി നടക്കാണ്. ഇപ്പൊ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് പ്രഭ നന്നായി തന്നെ ഗോൾ അടിക്കുന്നുണ്ട്. എന്നാൽ എതിർ ടീമുകൾ ഒട്ടും തന്നെ കളിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. കളി ബോറായി തോന്നിയ അപർണ ആ എതിർ ടീമിലെ ഒരാള് 4 ഗോൾ അടിച്ച് ജയിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അയാളാണെന്ന് വെച്ചാല് 4 ഗോളും അടിച്ച് ജയിക്കുന്നുണ്ട്. അവൾക്ക് അത് വല്ലാത്ത അത്ഭുതമായിട്ട് തോന്നാണ്. അവളുടെ കമ്പനിയിലെ ആ ഒരു പ്രോജക്ട് മാനേജർ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു മാനേജർ വേറെ ഒരു പെണ്ണിന്റെ പ്രോജക്ട് അവള് ചെയ്തതാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. ആ ഒരു പെണ്ണ് അത് എംഡിയോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കാണ്. ഇതുപോലെ എല്ലാവർക്കും ഇവള് ഭയങ്കര ഒരു ടോർച്ചറാണ് ചെയ്യുന്നത്. അപർണ ചെയ്ത ഒരു പ്രോജക്റ്റും ആ ഒരു പ്രോജക്ട് മാനേജർ ആണ് ചെയ്തതെന്ന് അവൾ പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. ഈ ദേഷ്യത്തിൽ അപർണ ഇവൾ അധിക കാലം ഒന്നും ഉണ്ടായില്ല, വേഗം തന്നെ പൊക്കോളും എന്ന് പറയാണ്. ഇവളുടെ കൺമുന്നിൽ കൂടെ ആ ഒരു പ്രോജക്ട് മാനേജർ പോയി ചില്ലിലായി തലയിടിച്ച് താഴത്തേക്ക് എടുത്ത് ചാടി സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.